മാന്നാനം കൊട്ടാരം ദേവീക്ഷേത്രത്തിൽ നടപ്പന്തലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവനും ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശനും ചേർന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ദേവസ്വം ബോർഡിൽ നിന്നും 48 ലക്ഷം രൂപയാണ് മാന്നാനം കൊട്ടാരം ദേവീക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ക്ഷേത്രത്തിൽ ഒരു നടപ്പന്തൽ എന്നത്. 19.90 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നടപ്പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓഫീസ് കെട്ടിടത്തിനായി 19.95 ലക്ഷം, ഊട്ടുപുരയുടെ പുനരുദ്ധാരണത്തിനായി 3.60 ലക്ഷം, ഉത്സവാനന്തര മെയിൻ്റനൻസിന് 4.55 ലക്ഷം രൂപയും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് നടപ്പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യോഗത്തിൽ ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. 9.0 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഓഫീസ് 19.95 ലക്ഷം രൂപ, ഊട്ടുവരയുടെ നവീകരണം 3.60 ലക്ഷം രൂപ, ഇങ്ങനെ 43.45 ലക്ഷം രൂപ മുടക്കിയാണ് ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഇതുകൂടാതെ ഓരോ വർഷവും നടത്തുന്ന ആനുവൽ മെയിൻ്റനൻസ് അതിന് 4.5 ലക്ഷം രൂപ ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി കൂട്ടിച്ചേരുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്ത് 48 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഇതിനോടകം തന്നെ ഈ ക്ഷേത്രത്തിന് വേണ്ടി നൽകിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സാങ്കേതിക അനുമതി. ഒന്ന്, ഭരണരംഗത്ത് നിന്ന് കിട്ടുന്ന അനുമതിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അഥവാ AS എന്ന് പറയുക. എന്നുവെച്ചാൽ നമുക്ക് ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് വെച്ചാൽ സാമ്പത്തിക അനുമതി എന്ന രൂപത്തിലേക്ക് എടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, ദേവസ്വം ബോർഡ് കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിലിയപ്പൻ, ഏറ്റുമാനൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കവിത ജി നായർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോസമ്മ സോണി, പഞ്ചായത്ത് മെമ്പർമാരായ ഹരിപ്രകാശ്, അമ്പിളി പ്രദീപ്, രാജമ്മ തങ്കച്ചൻ, ജോഷി ഇലഞ്ഞിയിൽ, വ്യാപാരി ക്ഷേമനിധി വൈസ് ചെയർമാൻ ES ബിജു, കെ വേണുഗോപാൽ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജഗോപാൽ, സെക്രട്ടറി രാംമോഹൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി കമ്മിറ്റി അംഗം PN ശ്രീകുമാർ സ്വാഗതവും കമ്മിറ്റി അംഗം ഷീല സാബു കൃതജ്ഞതയും പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.